ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വാഭാവിക ജാമ്യം. ഇരു കേസുകളിലും ജാമ്യം ലഭിച്ചതിനാൽ രണ്ടുപേരും ജയിൽ മോചിതരാകും. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത്. മനോജ് ചേരുന്നു. മനോജ്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതികളായ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാനിടയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണല്ലേ? തീർച്ചയായും ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും, അതായത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട ഇടയ്ക്ക് അറസ്റ്റിലാകുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ നിന്നും സ്വർണം ചെന്നൈയിലെത്തിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ വെച്ച് വേർതിരിക്കുകയും അവിടെ നിന്ന് ഈ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനിലേക്ക് അതിലൊരു പങ്ക് എത്തുകയും ചെയ്തു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ്. എന്തായാലും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു, തെളിവുകൾ ശേഖരിച്ചു. അതൊക്കെ തന്നെ തുടരുമ്പോഴും ഇവർ സമർപ്പിച്ചിരുന്ന ജാമ്യ ഹർജികൾ കോടതി തള്ളിയിരുന്നു. എന്നാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ ഇവർ അർഹരായി എന്നുള്ളതാണ്. അതായത് 90 ദിവസം റിമാൻഡ് പൂർത്തിയായ തുടർന്നാണ് ഇരു പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഇവർക്ക് സ്വാഭാവിക ജാമ്യം കോടതി അനുവദിച്ചു നൽകി. ഇതുവരെ 8 പ്രതികൾക്ക്, ഇവരെയും കൂടെ ചേർത്ത് 8 പ്രതികൾക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുള്ളത്. 2 പ്രതികൾക്ക് അല്ലാതെയും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മുഴുവൻ ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് 10 പ്രതികളാണ് ജയിൽ മോചിതരാകുന്നത്. ഇനി 2 പേർ മാത്രമാണ് ബാക്കിയുള്ളത്. KP ശങ്കർദാസും N വിജയകുമാറും, 2 പേരും ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നു. ഇവർ മാത്രമാണ് ഇനി ജയിലിലുള്ളത്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു കേസിലാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുമായുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ വ്യക്തമായിരുന്നു. അവിടെ ഈ സ്വർണം എത്തിച്ചു എന്നുള്ളതും അവിടെയുള്ള നടപടികളൊക്കെ തന്നെ കോടതി വിലയിരുത്തിയിരുന്നു. എന്തായാലും ഇന്ന് തന്നെ ഈ ഇരു പ്രതികളും ജയിൽ മോചിതരാകാനാണ് സാധ്യത. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.